അല്ലെങ്കിൽ വിളിച്ചതിൽ ഓടി സന്തോഷം. ഞാൻ സിനിമയിൽ ആദ്യമായിട്ട് പറയുന്ന ഡയലോഗ് സ്വാമി എന്റെ സൗണ്ട് തന്നെയാണ്. ആദ്യ സിനിമയാണോ? അല്ല, ആദ്യ സിനിമയല്ല. പക്ഷേ എന്നൊരാള് നേരിട്ട് ഡയറക്ടർ വിളിച്ചിട്ട് വന്ന് അഭിനയിക്കുമെന്ന് പറയുന്ന രണ്ടാമത്തെ സിനിമ. അപ്പൊ ഈ ഒരു ലുക്ക് ഇന്നിപ്പോ രജനി സാറിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ടുള്ള ഒരു ആൾറെഡി ഇങ്ങനെ ലുക്കാണ്. ഇപ്പോൾ അതിന് പ്രത്യേകിച്ച് ലുക്കിനെ പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. രജനി സാറിന്റെ ലുക്ക്, ആ ലുക്ക് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കുറേ അവസരങ്ങൾ കിട്ടുന്നത്. പക്ഷെ ഞങ്ങൾ വോയിസ് പറഞ്ഞില്ലേ മലയാളം തന്നെ ഞാൻ പ്രത്യേകിച്ച് ചെയ്യണമല്ലോ. വോയിസ് രജനി സാറിന്റെ വോയിസും എങ്ങനെയാണ്? വോയിസ് എന്നോട് ചില ആളുകൾ എന്നെ കുറേ ഫംഗ്ഷനുകൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ മിക്കതൊന്നുമല്ല, മിക്കതും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ചെല്ലുമ്പോൾ അവർക്കിടെ നമ്മുടെ വോയിസ് ഒന്ന് കേൾക്കണം. അപ്പോൾ നമുക്ക് ടെൻഷനാണ്. നമുക്കത് ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ വോയിസ് ചെയ്യാറുണ്ടോ? അദ്ദേഹത്തിന്റെ വോയിസ് ഇല്ല, വോയിസ് ചെയ്യാറ് ലുക്കിലാണ്. ലുക്ക് മാത്രമേ ഉള്ളൂ, വോയിസ്. ഇത് ആദ്യം പറഞ്ഞത് ആരാണ് ഇങ്ങനെ ഒരു ലുക്ക് ഉണ്ടെന്ന്? പണ്ട് മുതലേ ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ പറഞ്ഞതിന് മുമ്പേ രജനീകാന്തിന്റെ ലുക്ക് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പിള്ളേർ വലുതായി വരുമ്പോൾ കളിയൊക്കെ വിളിക്കും പടയപ്പ ഭാഷ, ഇങ്ങനെ മാറി മാറി. പിന്നെ ഞാനും രജനി സാർ ഒരു ടൈമിലേക്ക് ഏകദേശം ആ ഒരു ഇതിലേക്ക് വന്നു. രജനി സാറിൻ്റെ ഒരു സ്റ്റൈലും എൻ്റെ ഒരു ഇതും കൂടി ലാസ്റ്റൊക്കെ ആകുമ്പോൾ കുറച്ച് ഇതിലേക്ക് വന്നു. വീണ്ടും പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ആ രീതിയിലൊക്കെ തന്നെ വിളിക്കുന്നത് ഇവരൊക്കെ. അല്ല, ഞാനും ഉറപ്പായിട്ട് റീൽസുകൾ കാണും. നമുക്ക് രാജേഷിന്റെ പരിചയമൊന്നുമില്ലായിരുന്നു. അപ്പം നമ്മൾ സിനിമ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒക്കെ റീൽസ് കാണും. അപ്പോൾ വീട്ടിൽ വൈഫാണ് പറഞ്ഞത്, റീൽസ് എല്ലാം നല്ല ഇഷ്ടമാണ്. അങ്ങനെയാണ് രാജേഷിനെ ഞാൻ ഇൻസ്റ്റ വഴിയാണ് മെസ്സേജ് അയക്കുന്നത് ആദ്യമായിട്ട്. ചേട്ടാ ഇങ്ങനെ സംഭവമുണ്ട്, എല്ലാവരും ചേട്ടാ നമ്പർ തരും. അപ്പോൾ തന്നെ നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു, വിളിച്ച് പറഞ്ഞു ചേട്ടാ ചെറിയ സംഭവമാണ്. ഈ ഒരു പേര് തന്നെ വേണം. രജനി സാറെ നേരിട്ട് ഇല്ല, ഒരു പ്രാവശ്യം കാണാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. പക്ഷെ അത് റെഡി നടന്നില്ല. അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ടല്ലോ അദ്ദേഹം. കാരണം എന്നെ സൺ പിക്ചേഴ്സ് വരെ വിളിച്ചിട്ടുണ്ട്. പിക്ചേഴ്സ് തന്നെ വിളിച്ചിട്ട് ജയിലർ 2-ൽ എന്താ പറയുക, ഒരു ഫൈറ്റിൻ്റെ വ്യൂ ചെയ്യുന്ന കാര്യം സംസാരിച്ചിരുന്നു. പിന്നെന്തോ ജയിലർ 2-ന് വേണ്ടി പിന്നെയാണ് ഡ്യൂപ്പ് ചെയ്താലുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി ഞാൻ ഒന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വല്ലാണ്ട് എന്തെങ്കിലും ഒരു ചെറിയ വേഷം കിട്ടിയാൽ അതായിരിക്കും നല്ലത്. ഉറപ്പായിട്ടും ഡ്യൂപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഒരിക്കലും മുമ്പോട്ട് വരാൻ പറ്റില്ല എന്നാണ് വിവരമുള്ളവർ പറയുന്നത്. അപ്പോൾ ഡ്യൂപ്പ് അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു വേഷം കിട്ടിയാലും നമ്മൾ അല്ലെ. രജനി സാറിന്റെ ഫേവറേറ്റ് സിനിമകൾ ഏതാ? ഇപ്പൊ പടയപ്പം റിലീസ് ഉണ്ട്. അല്ല, പടയപ്പ റിലീസ് ചെയ്യുന്ന കാര്യം എന്നോട് നേരത്തെ ഇതുപോലെ തന്നെ പറഞ്ഞിരുന്നു. പിന്നെ ഇന്നിപ്പോൾ എനിക്ക് ഇവിടെ ടിക്കറ്റ് തന്നിട്ടുണ്ട്. ഞാനൊരു 9 മണിയാകുമ്പോൾ വരും. പടയപ്പ് കാണാൻ വരും. അദ്ദേഹത്തിന്റെ ശരിക്കും നല്ല ആരാധകൻ തന്നെയാണോ പണ്ട് മുതലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ വളരെ നേരത്തെ മുതൽ ഇപ്പോൾ എന്താ പറയുക, എല്ലാവരും ഭാഷ പടയപ്പ ഇങ്ങനെയൊക്കെ വന്നേക്കുമ്പോഴല്ലോ. ഞാൻ പണ്ട് മുതൽ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ രജനി സാറിൻ്റെ എല്ലാ സിനിമയും കാണും. ഏതാണ് ആ ഒരു സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ കണ്ടിരുന്നു? നാട്ടുക്കൊരു നല്ലവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ എന്താ പറയുക, മുരട്ടുകളി അങ്ങനെ. ഞാൻ നോർത്ത് പറവൂരാണ്. പക്ഷെ അബ്ബാസിലും അവിടെ പ്രഭൂത്തിലൊക്കെ സിനിമ വരുമ്പോൾ അത് രജനി സാറിൻ്റെ സിനിമ മാത്രമല്ല, തമിഴ് സിനിമകൾ ഒട്ടുമിക്കലും കാണും. അങ്ങനെ ഉണ്ടായി. രാജേഷ് അപ്പോൾ രജനി സാറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ തലൈവ. ഏതെങ്കിലും സംഭവങ്ങളൊക്കെ രജനി സാറിൻ്റെ ആരാധകരെല്ലാവരും കാണുന്നത്. അപ്പോൾ എല്ലാ ആരാധകർക്കും വേണ്ടി ഈ ഒരു ചെറിയ ആരാധകർ തലൈവ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു.